ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എപ്പോഴും തുടക്കം പറയണ പോലെ തന്നെ ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ദേ രാവിലത്തെ പണിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദേ നേരെ ഉച്ചക്കത്തെ പണിയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയേക്കണത് ചാളയാണ് ട്ടോ. ചാള ഞാൻ ആദ്യമേ തന്നെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇന്നൊന്ന് തേങ്ങ അരച്ച് വെക്കൂലേ, ഓട്ടുപുളിയൊക്കെ ഇട്ട് അതേപോലെ വെക്കാമെന്നാണ് കരുതിയേക്കണത്. പക്ഷേ പച്ചക്കറിയായിട്ട് ഇന്ന് ചേനയുണ്ട്. ഞാൻ ഇന്ന് വേറെ ഒന്നും മേടിക്കാൻ നിന്നില്ല. ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴേക്കും കഴിഞ്ഞ ആഴ്ച മേടിച്ച കുറച്ച് ചേന ഇരിക്കണുണ്ടായിരുന്നു. ഒരു 300 ഗ്രാം ചേന ഉണ്ടായിരുന്നു. അപ്പം ഞാനോർത്ത് എന്തായാലും അത് വെക്കാം, അല്ലെങ്കിൽ ഇനി വേറെ പച്ചക്കറി മേടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ചീത്തയായി പോകും. അപ്പോൾ എന്തായാലും ചേന ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചീകിയല്ല, തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറിക്കും ചേന വേവിക്കാനായ സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ആ കട്ടിംഗ് ബോർഡിൽ തന്നെ അരിഞ്ഞു വെക്കാമെന്ന് കരുതി. ഞാനോർത്ത് ഇനി വേറെ എന്തായാലും ഇനി പ്ലേറ്റ് വേറെ എടുക്കണില്ല. അപ്പോൾ മീൻകറിക്ക് ഇന്ന് ഒരു പകുതി സവാളയുടെ 1/4 ഭാഗമാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഉള്ളി തീർന്നു പോയി, ആ കാര്യം ഞാൻ മറന്നും പോയി. അപ്പോൾ കുറച്ച് ഒരിത്തിരി സവാളയും പിന്നെ മീൻകറിക്ക് ആവശ്യമായ ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചേന താളിക്കാനല്ല, ഇന്ന് പീര ഒതുക്കാമെന്ന്, ഇന്ന് ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മീൻകറിയിലോട്ടുള്ള ഓട്ടുപുളി ഉണ്ടല്ലോ, ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരിത്തിരി വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അതെന്താണെന്നാ, ഇവിടെ മേടിച്ച ഓട്ടുപുളിയിൽ അത്രക്ക് പുളിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുളി നന്നായിട്ട് ഇറങ്ങിക്കോളും ആ തിളച്ച് വരുമ്പോഴേക്കും. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉടനെ തന്നെ അടപ്പിൽ ചേന ഒന്ന് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും സവാളയും ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കഞ്ഞി തിളച്ചപ്പോഴേക്കും അത് ഞാനെടുത്ത് റൈസ് കുക്കറിലും വെച്ചിട്ടുണ്ട്. ഇനി മീൻകറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാൻ പോണേണ്. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, പിന്നെ അരിഞ്ഞു വെച്ച കുറച്ച് സവാളയും ആവശ്യത്തിനുള്ള ഇഞ്ചിയും ഇട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അരപ്പ് റെഡിയാക്കണ നേരം കൊണ്ടേ ഞാൻ ആ മീൻകറിയുടെ ചട്ടി ഒന്ന് അടപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് ആ ചട്ടി ഒന്ന് ചൂടാക്കി കിട്ടുമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് എണ്ണ തെളിയും വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇങ്ങനെ എണ്ണ തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ആ പച്ച അരപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ആ മീൻകറിയുടെ ചാറിനൊക്കെ നമുക്ക് ടേസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടുപുളി കുതിർത്തിയ ആ വെള്ളം ഉണ്ടല്ലോ, അതും ആ ഓട്ടുപുളിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് തിളക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഈ മീൻകറി വെച്ചപ്പോഴേക്കും ഒരു അബദ്ധം പറ്റി. അത് ഇടയ്ക്ക് വല്ലപ്പോഴും പറ്റാറുള്ളതാണ്. മീൻകറി ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് മൂടി വെച്ചു. അപ്പോഴേക്കും ഇത് അങ്ങോട്ട് തിളച്ച് പൊന്തി പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേന വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സമയത്താണ് എനിക്ക് ഈ അബദ്ധം പറ്റിയത്. മീനൊന്ന് കാണിക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴേക്കും മീൻചട്ടിയിലെ അരപ്പെല്ലാം പതഞ്ഞ് പൊങ്ങി സ്റ്റൗവിലും എല്ലായിടത്തും ആയിട്ടുണ്ട് കേട്ടോ. 1-2 വട്ടമൊക്കെ എനിക്ക് ഈ മീൻകറി വെക്കുമ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. എപ്പോഴും ഞാൻ വിചാരിക്കും ഇപ്പം തിളക്കില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും, വേഗം തിളക്കാനുമായിട്ടായിരിക്കും ഞാൻ ഫുള്ളായിട്ട് മൂടി വെക്കണത്. ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ചാൽ ഈ പറ്റൽ നമുക്ക് പറ്റൂല. പിന്നെ ഈ പാല് തിളച്ച് പോകൽ, അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ വന്ന അബദ്ധങ്ങളാണല്ലേ. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. ചാറ് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് നേരിയ തീയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരച്ച് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോഴേക്കും. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് പച്ചക്ക് അരപ്പ് കൂട്ടി വെക്കാറുമുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇനി ചേന ഒന്ന് പീര ഒതുക്കി എടുക്കാമെന്ന് ഓർത്തു. ഞാനങ്ങനെ പീര ഒതുക്കിയെന്ന് വെച്ചാൽ തോരൻ വെക്കൂലേ, അതേപോലെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലായിട്ട് എരിവിനായിട്ട് ചേർത്ത് കൊടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ ഉച്ച ഊണിൻ്റെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ കറി വെക്കണതിൻ്റെ ഇടയിൽ തന്നെ അരി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് വാർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും റെഡിയായിരിക്കണം, വെള്ളമെല്ലാം പോയി റെഡിയായിരിക്കണമായിരുന്നു. അത് ഞാൻ തിരിച്ച് റൈസ് കുക്കറിൽ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കുമ്പോഴേക്കും നല്ല ചൂടായിട്ടിരുന്നോളുമല്ലോ. അപ്പോൾ ഈ മത്തിയില്ലേ, ചാളയെന്ന് ഞാനത് ഒരു 3 എണ്ണം എടുത്ത് വറുക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറി വെക്കും മുമ്പ് തന്നെ അങ്ങോട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇനി വേഗം തന്നെ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. മിക്കവാറും ഞാൻ ഹസ്ബൻഡിന് ഈ കഴിക്കണ നേരത്ത് വറുത്ത് ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു അങ്ങോട്ട് വറുത്ത് വെക്കാം. ഇനി ആ സമയം ആകുമ്പോഴേക്കും ഒരു തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ചാളയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിപാടിയെന്ന് വെച്ചാൽ
വെച്ചാൽ കുറച്ചധികം പാത്രങ്ങളുണ്ട്. പാത്രം പിന്നെ എപ്പോഴും നിറഞ്ഞ നിറഭരണി എന്ന പോലെ സിങ്കിൽ ഇങ്ങനെ കൂടിക്കിടക്കുമല്ലേ. അപ്പം ദേ ചാളയൊക്കെ വറുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പലഞ്ഞിനുണ്ടല്ലോ മുട്ട, അതുണ്ടായിരുന്നു. അപ്പോൾ അതൊരെണ്ണം പുറത്തോട്ട് വന്നപ്പോഴേക്കും അതെടുത്ത് ഞാൻ കഴിച്ചു. അങ്ങനെ ദേ സിങ്കിലെ പാത്രമെല്ലാം തൂത്ത് വടിച്ച് കഴുകി കമത്തി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ കറി തിളച്ച് പോയിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ ഗ്യാസ് അടുപ്പ് മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഇപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ മീനും പൊരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് എങ്ങനെ ഡ്രൈ ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരിത്തിരി വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയിട്ട് പിന്നെ നമ്മൾ പാത്രം കഴുകണ സ്ക്രബ് ഉണ്ടല്ലോ അത് വെച്ച് ആ ലിക്വിഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് തേച്ച് മിനുക്കി പളപള മിന്നണ ഗ്യാസ് അടപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മറ്റേ എന്താണ് പുല്ലുതൈലമോ അല്ലെങ്കിൽ ലൈസോൾ പോലത്തെ എന്തെങ്കിലും മണമുള്ള സാധനമൊക്കെ ഇട്ട് അവിടേക്ക് ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു കലം വെള്ളം കൂടി തിളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ അടുക്കള എപ്പോഴും ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതെൻ്റെ പുതിയൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ചട്ടിയിൽ വെക്കും മുമ്പ് വെള്ളത്തിലാണ് കേട്ടോ. ചട്ടിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ബുഷിയായിട്ട് വളരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ തക്കാളി ചെടിയും മുളകും കണ്ടല്ലോ, അതൊക്കെ അതേപടി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഞങ്ങൾ 3 പേരും ഇതാണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്